വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്ലംബർ സുഹൃത്തുക്കൾക്ക് പ്രധാനമായിട്ടും ഉപകാരപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫിനിഷിംഗ് വർക്ക്, അതായത് പ്ലംബിങ്ങിൽ ക്ലോസറ്റ് ബേസിനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ നിന്ന് പണിക്ക് കഴിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി. അപ്പം നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം വേറെ ഒരുപാട് ജോലിക്കാരുണ്ടാവും. അതായത് കാർപ്പൻറ്റേഴ്സ് ഉണ്ടാവും, ഇപ്പോൾ ജിപ്സം ബോർഡിൻ്റെ വർക്ക് എടുക്കുന്ന ആളുകളുണ്ടാവും, അങ്ങനെ ഒരുപാട് പണിക്കാർ, ഇൻഡസ്ട്രിയൽ പണിക്കാർ, അങ്ങനെ ഒരുപാട് പണിക്കാരുണ്ടാവും. അപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ആരെ കയ്യിൽ നിന്ന് സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാനാണ് ആദ്യമേ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോയിക്കോളാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വരിക, നമ്മളെ പറ്റിക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ ദയവായിട്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, ഒരു വീഡിയോ എടുത്ത് വയ്ക്കുക. വീഡിയോ എടുത്തിട്ട് ഒന്നുകിൽ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വയ്ക്കുക. എനിക്കുണ്ടായ ഒരു അനുഭവം പറയട്ടെ. ഞങ്ങൾ ഒരു ക്ലോസറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷമല്ല, ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബോക്സ് പൊളിക്കുമല്ലോ നമ്മൾ. അപ്പോൾ ബോക്സ് പീസ് ഞങ്ങൾ ബോക്സ് പൊളിച്ചെടുക്കുമ്പോൾ അതിനകത്ത് സീറ്റ് കവർ പൊട്ടി കിടക്കുകയായിരുന്നു, ക്ലോസറ്റിൻ്റെ സീറ്റ് കവർ. എൻ്റെ എന്തോ ഒരു ഭാഗ്യത്തിന് ക്ലയൻറ്റ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ബോക്സ് പൊളിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സീറ്റ് കവർ പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഈ കാര്യം. ഇനിയിപ്പോൾ ഈ സീറ്റ് കവർ പൊട്ടിയത് നമ്മൾ ഈ ഷോപ്പുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുക പ്ലംബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു എടുക്കുമ്പോഴോ വീണോ പോയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെ പൊട്ടിയതാണെന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ട് ഞാൻ ക്ലയൻറ്റിൻ്റെ എൻ്റെ അടുത്ത് നിന്ന് അപ്പം തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഷോപ്പിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഷോപ്പിലേക്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ അവരിതുപോലെ തന്നെയാണ് പറഞ്ഞു, സെയിം ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ പ്ലംബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ക്ലയൻറ്റ് അപ്പം തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, ഷോപ്പുകാരുടെ. അത് പ്ലംബർ ഞങ്ങളുടെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ബോക്സ് പീസൊക്കെ പൊളിക്കുന്ന സമയത്ത് തന്നെ പൊളിക്കുന്ന സമയത്ത് ഒരാൾ വീഡിയോ എടുക്കാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്.